ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരെക്കുറിച്ച്, അവർക്ക് എങ്ങനെ രക്ഷ കൈവരിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമയും ആട്ടിടയന്മാരുടെ കഥയും കാണാതായ ആടിൻ്റെ കഥയും സക്കേവൂസിൻ്റെ കഥയും എല്ലാം പറയുമ്പോൾ സമൂഹത്തിലെ പെരിഫറിയിലുള്ളവർക്ക് രക്ഷ കൈവരുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനത്തിനെടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, സക്കേവൂസിൻ്റെ കഥയാണ്. ജെറീക്കോ പട്ടണം അതിപുരാതന പട്ടണങ്ങളിൽ ഒന്നാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായിരുന്നു. ഒരുപാട് ക്രയവിക്രയങ്ങൾ നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ചുങ്കക്കാർ ധാരാളം ഉണ്ടായിരുന്നു. പല ഗ്രൂപ്പ് ചുങ്കക്കാരുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് സക്കേവൂസ് ഒരു ഗ്രൂപ്പിൻ്റെ മേധാവി കൂടിയായിരുന്നു. സക്കേവൂസിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ശൂന്യത സക്കേവൂസ് അനുഭവിച്ചു. ആ ശൂന്യത നികത്തുവാൻ യേശുവിന് സാധിക്കുമെന്ന് സക്കേവൂസ് മനസ്സിലാക്കുകയും സിക്കമോർ മരത്തിൻ്റെ മുകളിലോട്ട് ഓടിക്കയറുകയും ചെയ്യുകയാണ്. യേശു അത് മനസ്സിലാക്കിയിട്ട് സക്കേവൂസിൻ്റെ അടുത്തെത്തുമ്പോൾ പറയുന്നു, ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നു. തുടർന്നുള്ള വചനഭാഗങ്ങൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒന്ന്, എനിക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ ആഗ്രഹിക്കണം. എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അവനോ അവളോ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. സക്കേവൂസിന് ആഗ്രഹമുണ്ടായിരുന്നു രക്ഷപ്പെടണമെന്ന്. അതുകൊണ്ട് തന്നെ യേശുവിനെ സ്വീകരിക്കാൻ സക്കേവൂസിന് ഉത്സാഹമായിരുന്നു. രണ്ടാമതായിട്ട് പശ്ചാത്താപത്തിൻ്റെ തലം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം. സക്കേവൂസ് പറയാണ്, ഞാൻ എന്തെങ്കിലും അധികം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. അപ്പോൾ യേശു പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അന്യാധീനമായി നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം. ഈ ആശയങ്ങളെ പുറത്തിണക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് രക്ഷ പ്രാപിക്കുവാൻ നമുക്കും ഉത്സുകരാകാം. പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ കുറ്റങ്ങളും പോരായ്മകളും ദൈവത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ നോമ്പ് കാലം ഫലദായകമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.